ഇന്ത്യ രാമരാജ്യത്തിലേക്ക് BJP അവരുടെ സന്ദേശത്തിലേക്ക് അടുക്കുകയാണ്. ജനുവരി 22-ാം തീയതി അയോധ്യയിൽ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠ നടക്കും. വലിയ സന്നാഹങ്ങളോടുകൂടിയുള്ള ഒരുക്കങ്ങളാണ് രാജ്യമെമ്പാടും നടക്കുന്നത്. അന്നേ ദിവസം പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും സർക്കാർ ജീവനക്കാർക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്കൂളുകൾക്കും അവധിയാണ്. ഇപ്പോഴിതാ ബാങ്കുകളും ഇൻഷുറൻസ് സ്ഥാപനങ്ങളും 2:30 വരെ മാത്രമേ പ്രവർത്തിക്കേണ്ടതുള്ളൂ എന്ന് അറിയിപ്പ് വന്നിരിക്കുകയാണ്. ഒരുക്കങ്ങൾ അതിഗംഭീരമായി തന്നെ നടക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ദക്ഷിണേന്ത്യയിലേക്കുള്ള ട്രെയിനുകൾ പോലും വെട്ടിക്കുറച്ചു. ആ ട്രെയിനുകൾ അയോധ്യയിലേക്ക് തിരിച്ചുവിടുകയാണ്. കഴിഞ്ഞില്ല, എയർ ഇന്ത്യ കൂടുതൽ സർവീസുകൾ നടത്തും. ഇൻഡിഗോയിൽ യാത്രക്കാരെ സ്വീകരിക്കാൻ നിൽക്കുന്നത് രാമനെയും സീതയെയും അനുസ്മരിപ്പിക്കുന്ന പ്രച്ഛന്ന വേഷധാരികളായിരിക്കും. അന്നത്തെ ദിവസം വിളക്ക് വയ്ക്കുന്നതിനൊപ്പം തന്നെ അന്നദാനവുമാണ് പ്രധാനമന്ത്രി ഓഫർ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, പ്രതിഷ്ഠാ സ്മരണിക സ്റ്റാമ്പുകളും പുറത്തിറക്കിയിട്ടുണ്ട്. രാമക്ഷേത്രം, സരയൂ നദി, ഹനുമാൻ, ജഡായു തുടങ്ങി 6 ചിത്രങ്ങൾ ഉൾക്കൊള്ളുന്ന സ്റ്റാമ്പുകളാണ് പുറത്തിറക്കിയിട്ടുള്ളത്. പക്ഷേ ഇതൊന്നുമല്ല പുതിയ വാർത്ത. പുതിയ വാർത്ത അല്പം ഞെട്ടിക്കുന്നതാണ്. ഇന്ത്യയുടെ കറൻസി പോലും മാറ്റിയിരിക്കുകയാണ്. ജനുവരി 22-ാം തീയതി നടക്കാനിരിക്കുന്ന ആ പ്രാണപ്രതിഷ്ഠാ ദിന ചടങ്ങിൽ അന്നേ ദിവസം തന്നെ ഇന്ത്യയുടെ കറൻസിയും മാറുന്നു. വലിയ തരത്തിലുള്ള മാറ്റങ്ങളാണ് കറൻസിയിൽ വരുത്തിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഒരു രാമരാജ്യമായി ഇന്ത്യ മാറുകയാണ്. അതിന്റെ എല്ലാവിധ ഒരുക്കങ്ങളും രാജ്യത്ത് തകൃതിയായി തന്നെ നടക്കുന്നുമുണ്ട്. ആ കറൻസിയുടെ രൂപം ഇപ്പോഴാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഈ രൂപമാണ് ഇപ്പോൾ വലിയ തരത്തിൽ ചർച്ചയും വിവാദവുമാകുന്നത്. മഹാത്മാഗാന്ധിയുടെ ചിത്രത്തിന് പകരം ശ്രീരാമന്റെ ചിത്രമുള്ള നോട്ടുകളാണ് പ്രചരിക്കുന്നത്. രാമക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്ന ജനുവരി 22-ന് നോട്ട് RBI പുറത്തിറക്കുമെന്നും പറയുന്നുണ്ട്. പുതിയ നോട്ടിൽ വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പഴയ 500-ന്റെ നോട്ടുകളുടെ ചിത്രത്തിലുണ്ടാകുന്ന ചെങ്കോട്ടയ്ക്ക് പകരം രാമക്ഷേത്രമാണ് ഉള്ളത്. ഗാന്ധിജിക്ക് പകരം ശ്രീരാമന്റെ ചിത്രവും. രഘുറാം മൂർത്തി എന്ന എക്സ് ഉപയോക്താവാണ് ചിത്രം ജനുവരി 14-ാം തീയതി ആദ്യമായി പോസ്റ്റ് ചെയ്തത്. പ്രാണപ്രതിഷ്ഠാ ദിനമായ 22-ാം തീയതി ഇങ്ങ് കേരളത്തിലടക്കം വലിയ രീതിയിലുള്ള ഒരുക്കങ്ങളാണ് BJPയുടെ ഭാഗത്തു നിന്നും അരങ്ങേറുന്നത്. വിശ്വാസികളെല്ലാം പ്രതിഷ്ഠാ സമയത്ത് പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കണമെന്നും BJP അവകാശപ്പെട്ടിരുന്നു. അത്തരത്തിലുള്ള വാർത്തകളും സൈബർ കുറിപ്പുകളെല്ലാം തന്നെ വലിയ രീതിയിൽ പ്രചാരം നേടിയിരുന്നു. പുതിയ നോട്ട് വലിയ രീതിയിലാണ് ഇപ്പോൾ തരംഗമാകുന്നത്. ഒരുപാട് ആളുകൾ വിമർശിച്ചുകൊണ്ടും ഒരുപാട് ആളുകൾ രാമരാജ്യം സാധ്യമായെന്നും പറഞ്ഞ് രംഗത്ത് വരുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ വലിയ തരത്തിലുള്ള വിവാദങ്ങളും ഇതേ തുടർന്ന് തുടങ്ങിക്കഴിഞ്ഞു. എന്നാൽ യഥാർത്ഥത്തിൽ ഇത്തരമൊരു നോട്ട് RBIയുടെ ഭാഗത്തു നിന്നും പുറത്തിറക്കിയിട്ടുണ്ടോ? ഇത്തരമൊരു നീക്കം സർക്കാരിന്റെ ഭാഗത്തു നിന്നും നടന്നിട്ടുണ്ടോ? സംഭവങ്ങളുടെ നിജസ്ഥിതി എന്താണ്? വ്യാപകമായി പ്രചരിച്ച ഈ വാർത്തയുടെ നിജസ്ഥിതി പരിശോധിച്ചപ്പോഴാണ് കാര്യങ്ങൾ വ്യക്തമായത്. യഥാർത്ഥത്തിൽ ഈ ചിത്രം വ്യാജ അവകാശവാദവുമായി സോഷ്യൽ മീഡിയയിൽ ആരോ പ്രചരിപ്പിക്കുകയായിരുന്നു. ചിത്രങ്ങൾ വൈറലായതിന് പിന്നാലെ സത്യാവസ്ഥ വെളിപ്പെടുത്തിക്കൊണ്ട് ചിത്രം എഡിറ്റ് ചെയ്ത ആൾ തന്നെ രംഗത്തെത്തി. ട്വിറ്ററിൽ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കാൻ ആരോ എന്റെ ക്രിയേറ്റീവ് വർക്ക് ദുരുപയോഗം ചെയ്തു എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ഞാൻ ചെയ്ത എന്റെ ക്രിയേറ്റീവ് വർക്കുമായി പ്രചരിക്കുന്ന തെറ്റായ വിവരങ്ങളെ ഞാൻ പിന്തുണയ്ക്കുന്നില്ല. എന്റെ സർഗാത്മകമായ കഴിവിനെ ഒരു തരത്തിലും തെറ്റായി അവതരിപ്പിക്കപ്പെടുന്നില്ല എന്ന് ഉറപ്പിക്കേണ്ടത് എനിക്ക് പ്രധാനമാണ്. ചിത്രം എഡിറ്റ് ചെയ്തയാൾ തന്നെ എക്സിൽ കുറിച്ചതാണ് ഈ വരികൾ. സൂര്യപ്രകാശ് എന്ന എക്സ് ഉപയോക്താവാണ് ചിത്രം വ്യാജമായ അവകാശവാദങ്ങളുമായി പ്രചരിപ്പിച്ചത്. ശ്രീരാമന്റെ ചിത്രത്തിലുള്ള 500 രൂപയുടെ പുതിയ നോട്ട് ജനുവരി 22-ന് പുറത്തിറക്കുമെന്നാണ് കേൾക്കുന്നത്. ഇത് സത്യമാണെങ്കിൽ ഞങ്ങളുടെ സ്വപ്നം സാക്ഷാത്കാരമായി. ജയ് ശ്രീറാം. ഈ കുറിപ്പ് കൊണ്ടാണ് പോസ്റ്റ് പ്രചരിച്ചത്. അതേസമയം വ്യാജ പോസ്റ്റിനെ കുറിച്ച് RBI ഔദ്യോഗികമായി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നതാണ് അറിയാൻ കഴിയുന്നത്. യഥാർത്ഥത്തിൽ BJPയുടെ സന്ദേശം ഫലപ്രാപ്തിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. BJP അവരുടെ അജണ്ട പൂർത്തിയാക്കാൻ പോകുകയാണ്. പക്ഷേ എന്നിരുന്നാൽ ഇതേ പേരിൽ, അതായത് ഈ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠാ ദിനവുമായി പ്രചരിക്കുന്ന ഒരുപാട് വാർത്തകളുണ്ട്. അവയെല്ലാം വസ്തുതയല്ല. ഒരുപാട് വ്യാജ വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. വാട്സ്ആപ്പ് സന്ദേശങ്ങളായും ചിലർക്ക് വാർത്തകൾ ലഭിക്കുന്നുണ്ട്. അയോധ്യ ഭൂമിയിലേക്ക് നേരിട്ട് എത്തിച്ചേരാനായി, അതായത് ഫീസില്ലാതെ നേരിട്ട് ഈ പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ പങ്കുചേരാനുള്ള അവസരങ്ങൾ നൽകിക്കൊണ്ടാണ് ഒരുപാട് പോസ്റ്റുകൾ വരുന്നത്. പ്രാണപ്രതിഷ്ഠാ ദിനം ക്ഷേത്രം കാണാനും ദർശനം നടത്താനും താല്പര്യപ്പെടുന്നവരെ ലക്ഷ്യമിട്ടാണ് ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നടക്കുന്നത്. ഇതിനായി രാമജന്മഭൂമി ഗൃഹസമ്പർക്ക അഭിയാൻ APK എന്ന പേരിൽ ആളുകൾ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ പാക്കേജ് ഫയൽ ഫോണിൽ ലഭിക്കും. തുടർന്ന് ഫോണിന്റെ സ്ക്രീനിൽ ഒരു പോപ്പപ്പ് വിൻഡോ ദൃശ്യമാകും. VIP പ്രവേശനം ലഭിക്കാനും ഈ സന്ദേശം ഹിന്ദുക്കളുമായി പങ്കിടാനുമായി രാമജന്മഭൂമി ഗൃഹസമ്പർക്ക അഭിയാൻ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള സന്ദേശമാണ് അതിലുണ്ടായിരിക്കുക.
അടുത്തത് QR കോഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഫണ്ട് ശേഖരണമാണ്. രാമക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന് പണം സംഭാവന ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്ന വ്യാജ സമൂഹ മാധ്യമ പേജ് ഉണ്ടെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് ദേശീയ വക്താവ് വിനോദ് ബൽസാനാണ് പുറത്തുവിട്ടത്. അടുത്തത് പ്രസാദം ലഭിക്കാനാണ്. അതിലും തട്ടിപ്പ് തന്നെയാണ്. പ്രസാദം ലഭിക്കാനായി പണമടയ്ക്കണമെന്നാണ് ആപ്പുകൾ പറയുന്നത്. ഇത്തരത്തിൽ നിരവധി വ്യാജ വാർത്തകളാണ് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്.